യോഹന്നാൻ സ്നാപകനെ യേശു ഉയർത്തി പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിങ്ങനെയാണ്, പ്രവാചകനിലും മികച്ചവൻ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പ്രവാചകനിലും മികച്ചവൻ എന്ന് പറയാൻ കാരണം? പഴയ നിയമ പ്രവാചകന്മാരെല്ലാം മശിഹ വരുന്നു എന്നായിരുന്നു അവരുടെ പ്രവചനം. എന്നാൽ ഈ യോഹന്നാൻ വ്യത്യസ്തനായിരുന്നു. വരുന്നു എന്ന് പ്രവചിക്കുകയല്ലായിരുന്നു, വന്നവനെ കാണിച്ചു കൊടുത്തു. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവിനെ നേരിട്ട് ജനത്തിന് കാണിച്ചു കൊടുത്ത ഏക പ്രവാചകനാണ് ഈ യോഹന്നാൻ സ്നാപകൻ. രണ്ടാമത്, താൻ യേശുവിനായി ജനഹൃദയത്തെ താൻ ഒരുക്കിയെടുത്തു. മാനസാന്തരം പ്രസംഗിച്ചു, ശുദ്ധീകരണം പ്രസംഗിച്ചു, സ്നാനപ്പെടുത്തി യേശുവിനായി ജനത്തെ തന്റെ ശുശ്രൂഷയിൽ ഒരുക്കിയെടുത്തു. മൂന്നാമത് പറയുന്നു, ഞാനോ കുറയണം അവനോ വളരണം. യേശുവിന്റെ മഹത്വം ആഗ്രഹിച്ച പ്രവാചകൻ, സ്വയം താഴ്ത്തിയ പ്രവാചകൻ. മൂന്നാമത്, സത്യത്തിനു വേണ്ടി വില കൊടുത്ത പ്രവാചകനാണ് ഈ യോഹന്നാൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ യോഹന്നാൻ വലിയവനായത്, മികച്ചവനായത് അത്ഭുതങ്ങൾ ചെയ്തോ അടയാളങ്ങൾ ചെയ്തോ അല്ല, മറിച്ച് ജനഹൃദയത്തെ യേശുവിനായി ഒരുക്കിയെടുത്തതിലൂടെയും നേരിട്ട് ജനത്തിന് യേശുവിനെ കാണിച്ചു കൊടുത്തതിലൂടെയും സ്വയം താഴ്ത്തി ഞാൻ കുറയണം അവൻ വളരണം എന്നുള്ള മനോഭാവത്തിൽ സൂക്ഷിച്ചതുകൊണ്ടും സത്യത്തിനു വേണ്ടി വില കൊടുത്തതുകൊണ്ടും താൻ മികച്ചവനായി, താൻ വലിയവനായി. ഇതാരാണ് സാക്ഷി പറയുന്നത്? യേശുവാണ്. നമ്മെക്കുറിച്ചും സ്വർഗം ഇങ്ങനെ പറയട്ടെ, വിശ്വസ്ത ദാസൻ എന്ന് സ്വർഗം പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മുഖം നോക്കി മുൻപോട്ട് പോകാം. അവനായ നമ്മൾ ശുശ്രൂഷിക്കാം, അവനായ നമുക്ക് നിൽക്കാം. God bless you.